അല്ല അപ്പൊ നിനക്ക് മാത്രം കുളിച്ചാ മതിയാ ഇവൾക്ക് കുളിക്കൊന്നും വേണ്ടേ? അവളോട് ഞാൻ പറഞ്ഞാണ് അവിടെ പോയിട്ട് കുളിച്ചോന്ന്. എവിടെ? ആ ദാസന്റെ അവിടെ. അയ്യയ്യേ, രണ്ടാളും കൂടി ദാസന്റെ വീട്ടിൽ പോയിട്ട് കുളിക്കേ? അതിനെന്താ കുഴപ്പം? അല്ല കുളി പോട്ടെ, ആദ്യം കുടിക്കാൻ കുടുംബത്ത് വെള്ളം ഉണ്ടോന്ന് അന്വേഷിച്ചോ നീ? അവള് വെള്ളത്തിന് പോയതാണല്ലോ. വെള്ളം തന്നില്ല അവര്. വെള്ളം കിട്ടിയില്ലേ? ഇല്ല. അത് വെള്ളം കിട്ടാത്ത എന്താ അവൻ വെള്ളം മോള് കോരിയ വെള്ളം തിരിച്ച് അങ്ങോട്ട് ഒഴിപ്പിച്ചിട്ട് ചീത്തയും പറഞ്ഞു വിട്ടുന്നാ പറഞ്ഞു. ആര്? ഉണ്ണിയും ദമയന്തിയും കൂടെ. അതെന്ത് പരിപാടി അത്? എനിക്കെങ്ങനെ അറിയാം? എന്നോട് ചോദിച്ചാ. ഒരു കുടം വെള്ളല്ലേ ചോദിച്ചത്? അവര് വെള്ളം തരില്ലാന്ന്, ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അതിനു വേണ്ടി. അയ്യയ്യയ്യേ, അതെന്ത് സ്വഭാവമാണത്? എന്തേ? അവരുടെ വീട്ടിലെ കിണറ് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വെള്ളം കൊടുക്കുക, അതിന് നമ്മൾ ദേഷ്യപ്പെട്ട എന്താ കാര്യം? നമുക്ക് വെള്ളം വേണമെങ്കിൽ നമ്മൾ ശ്രമിക്കണം. കിണർ അവിടെ പറ്റി കിടക്കല്ലേ, ഒരു 2 കോലക്ക് കുഴിച്ചൂടെ എനക്ക്? എന്റെ അച്ഛ അതിലൊക്കെ പാറയാണ്. എടാ അത് പാറ ആയിക്കോട്ടെ, അപ്പൊ ഇപ്പുറത്ത് കുഴിച്ചൂടെ? ഈ വളപ്പില് വെള്ളം കിട്ടില്ലാന്ന്. അതല്ലേ, അല്ലെങ്കിൽ എപ്പോഴോ ചെയ്യില്ലേ? എന്നാ പിന്നെ കുഴൽ കിണർ കുഴിക്കണം, അല്ലാണ്ട് വെള്ളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്റെ അച്ഛ കുഴൽ കിണർ കുഴിക്കണമെങ്കിൽ പൈസ എത്ര വേണം? അതിന് എന്റെ കയ്യിൽ വേണ്ടേ? പൈസ വരും. നമ്മുടെ മത്തായിയുടെ വീട്ടിലെ വെള്ളം ഇല്ലാണ്ട് കുഴൽ കിണർ കുഴിച്ചു 85,000 റുപ്യെന്നാ പറഞ്ഞു. ആ 85,000 1 ലക്ഷം റുപ്യൊക്കെ വരും. എടാ അത് വേണ്ടടാ, നമ്മുടെ ഈ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞ സർക്കാർ അംഗീകൃതമായിട്ട് കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നുണ്ട്, ആനുകൂല്യങ്ങളുണ്ട് അതിനെ. അതിനൊക്കെ പിന്നാലെ നടക്കണ്ടേ കുറെ? അല്ല പിന്നാലെ നടക്കണം, അവനവന് വേണ്ട കാര്യത്തിന് പിന്നാലെ നടക്കണ്ടേ. പക്ഷെ പകുതി പൈസ വരില്ല എന്നാ പറഞ്ഞു. അങ്ങനെ ശ്രമിച്ചൂടെ? എന്നാലും പൈസ ചെലവൊക്കെ വരും. എന്റെ കയ്യിലായിരുന്നു പൈസ ഇല്ല. ഞാൻ രാവിലെ പണിക്ക് പോകും, അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെയുള്ള ആളിപ്പോ ഇതിന്റെ കുഴൽക്കിണറിന്റെ പിന്നെ ഈ സർക്കാർ ഓഫീസ് കൂടെ കയറി ഇറങ്ങി നടന്നാലേ. എന്റെ സത്യം 2 മാസം കൂടി കഴിയണം മഴ പെയ്യാൻ. വെള്ളം കിട്ടാണ്ട് മനുഷ്യൻ ചത്തുപോയില്ലേ? വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ? വേണം. നീ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക്, കുഴൽക്കിണർ കുഴിക്കാൻ പറ്റുമെന്ന്. അതിന് വേണ്ട പൈസ ഞാൻ തരാം. അല്ല ഇപ്പൊ എന്താ ചെയ്യാ? അച്ഛൻ പൈസ തരുമോ? അവന് ചിരിയാണ്. അച്ഛൻ പൈസ തരണ കുഴപ്പമൊന്നുമില്ല. അല്ല അതാണെങ്കിൽ അത്ര പൈസ വരില്ല, അതിന് കുറച്ച് പൈസ വരും, അത് ഞാൻ തരാം. 2 എരുമേനായിട്ട് വിൽക്കാം, അല്ല ഇപ്പൊ എന്താ ചെയ്യാ? അതൊക്കെ വേണോ വെച്ചാ? പിന്നെ വേണ്ടേ? നീ അത് ശ്രമിച്ചോക്ക്, അതിന് വരുന്ന പൈസ ഞാൻ തരാം. എന്നാ നോക്കാം നമുക്ക്. എന്നാലേ ഞാനവിടെ ഇറങ്ങാൻ നോട്ടെ. അച്ഛ എനിക്ക് കുറച്ച് കഴിഞ്ഞ് പോവാം. അച്ഛ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോ പോയാ മതി. അതെല്ലേ? ആ പിന്നല്ലാതെ. ശരി, ഈ വെയിലത്ത് പോണ്ട. അതേ പാലട കുടിച്ചിട്ടാ തോന്നുന്നു വയറിനൊരു ഇത് തളക്കില് വയറിന്റെ ഉണ്ട്. ഞാനെന്നേ ബാത്റൂം പോയിട്ട് വരാം. അമ്മേ അതേ, അച്ഛൻ പൈസ തരാണെങ്കിൽ നമുക്ക് കുഴൽക്കിണറടിക്കാം. എന്നാലും എനിക്കൊരു വിഷമം. നിനക്കെന്തൊരു വിഷമം? അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. എടി എരുമ പാലും മൂത്രമൊക്കെ തരുള്ളൂ, വെള്ളം തരൂലല്ല. തരുവാ? അത് ശരിയാ. അവനെന്താണ്? അയ്യോ, അച്ഛൻ കക്കൂസിലേക്കല്ലേ പോയത്? അവിടെ വെള്ളമില്ല. വെള്ളമില്ലേ? ഇല്ല.